ഗീതാമൃതത്തിൻ്റെ ഈ പരമ്പരയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുന്നു. ഗീത സമ്പൂർണമായൊരു ആധ്യാത്മിക ശാസ്ത്രമാണ്, ജീവിതത്തിൻ്റെ പദ്ധതിയാണ്, ജീവിത വിജയത്തിലേക്ക് എത്താൻ മനുഷ്യനെ സഹായിക്കുന്ന ഗ്രന്ഥമാണ്. എന്നാൽ ഗീത പൂർണ്ണമായും സാധാരണ ജനങ്ങളിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല? ഗീതയുടെ അമൂല്യമായ ഉപദേശങ്ങൾ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഇന്നും നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങളുമായി നമ്മൾ ആരംഭിക്കുകയാണ്. ഈ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കാൻ ഇന്ന് നമ്മോടൊപ്പമുണ്ട് ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ കോട്ടയം, കൊല്ലം, ഇടുക്കി ജില്ലകളുടെ മുഖ്യ പ്രശാസികയായ ആദരണീയ ബ്രഹ്മകുമാരി പങ്കജ് ബഹൻ. ബഹൻജി, ഇന്നത്തെ ഗീതാമൃതത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓം ശാന്തി. ഗീതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗീത ഇത്രയും പ്രചാരമുള്ള ഗ്രന്ഥമായിട്ട് പോലും സാധാരണ ജനങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണ ലാഭം എത്രത്തോളം കിട്ടുന്നുണ്ട് എന്ന സംശയം തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. ഗീതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ആദ്യം വരുന്ന ഒരു സംശയം, ഇത്രയും ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടും ഗീതയുടെ പ്രസക്തി എന്തുകൊണ്ടാണ്? ഭാരതോ പഞ്ചവേദസ്യ എന്നാ പറയാറ്. 5ാമത്തെ വേദമാണ് മഹാഭാരതം. അതിൻ്റെ ഏറ്റവും മധ്യത്തിലാണ് ശ്രീമദ് ഭഗവത്ഗീത ഉള്ളത്. അതൊന്നു തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ശ്രീമദ് ഭഗവത്ഗീത എത്ര പ്രാധാന്യം അർഹിക്കുന്ന ഗ്രന്ഥമാണ് എന്ന്. ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, സകല വേദസാര സംഗ്രഹമാണ് ധർമ്മഗ്രന്ഥമായ ശ്രീമദ് ഭഗവത്ഗീത എന്ന്. അതുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. സൗത്ത് ആഫ്രിക്കയിലായിരുന്നപ്പം ഗാന്ധിജി ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു. അപ്പം ഒരു വെളുത്ത വർഗ്ഗക്കാരൻ അദ്ദേഹത്തിനോട്, കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാൻ പാടില്ല, ജനറൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം എന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗാന്ധിജി പറഞ്ഞു, എൻ്റെ അടുത്ത് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് ഉണ്ട്, എനിക്കിതിൽ യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ TTR എത്തി. TTRും പറഞ്ഞു ഗാന്ധിജി കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്ന്. ഗാന്ധിജി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പം ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിന്നു. TTR ദേഷ്യത്തോടു കൂടി ഗാന്ധിജിയുടെ കയ്യിൽ നിന്ന് സൂട്ട് കേസ് പിടിച്ച് പറിച്ച് വാങ്ങി പ്ലാറ്റ്ഫോമിലേക്ക് എറിഞ്ഞു. ഗാന്ധിയും തള്ളി പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ടു. വണ്ടി അടുത്ത നിമിഷം ചൂളം വിളിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോം വിട്ടു. ഗാന്ധിയുടെ മനസ്സ് വളരെയധികം വിഷമായി. ട്രെയിൻ പോയതുകൊണ്ടോ സമയത്ത് സ്ഥലത്ത് എത്താൻ പറ്റില്ല എന്നുള്ള വിഷമം കൊണ്ടോ അല്ലെങ്കിൽ തന്നെ അപമാനിച്ചത് കൊണ്ടോ ആയിരുന്നില്ല, സത്യം തോൽക്കുന്നത്, ധർമ്മം തോൽക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിനെ ശാന്തമാക്കാൻ കഴിഞ്ഞത് ഗീതയിലെ മന്ത്രങ്ങൾ ഉരുവിട്ടപ്പോഴാണ് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമി ചിക്കാഗോ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ എല്ലാ മതഗ്രന്ഥങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. ഗീത അപ്രധാനമാണെന്ന് കാണിക്കാൻ വേണ്ടി തന്നെ ഗീത ഏറ്റവും താഴെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഗീതയെ വലിച്ചപ്പോൾ എല്ലാ ബുക്കും മറിഞ്ഞു വീണു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഗീത അമ്മയാണ്, ഗീത അസ്ഥിവാരമാണ് എന്ന്. സോ ഗീതയെ ഗീതാ മാതാവ്, ഗീതാമയി എന്നാ പറയാറ്. മറ്റെല്ലാ ശാസ്ത്രങ്ങളും ഗീതയുടെ മക്കളാണ് എന്ന്. മറ്റെല്ലാ ഗ്രന്ഥങ്ങളും കിരീടത്തിലെ മറ്റ് രത്നങ്ങളാണെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീതയെ പറയുന്നത് ഗീത സർവശാസ്ത്ര ശിരോമണി എന്നാണ്. കിരീടത്തിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള രത്നത്തിൻ്റെ സ്ഥാനമാണ് ശ്രീമദ് ഭഗവത്ഗീതയ്ക്കുള്ളത്. നമ്മൾ ഗീതാമൃതം എന്ന പേര് തന്നെ വളരെ പ്രസക്തമായ ഒന്നാണ്. കാരണം അമൃത്, എന്തുകൊണ്ട് ഗീതയെ അമൃത് എന്ന് പറയുന്നു? ഇവിടെ അമൃത് എന്താണ്? എന്ത് അമൃതാണ് നമുക്ക് ലഭിക്കേണ്ടത്? എന്താണ് അമരത്വം അല്ലെങ്കിൽ മരണം യഥാർത്ഥത്തിൽ എന്താണ്? മൃതിയില്ലാത്തത് എന്നാണ് അമൃത് എന്ന് പറഞ്ഞ അർത്ഥം. നമ്മൾ സാധാരണ സംസാര ഭാഷയിലൊക്കെ പറയാറില്ലേ, മൃതപ്പായമായി ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന്. ഇപ്പോൾ ജീവനുണ്ട്, ആ മരണമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആന്തരികമായിട്ടുള്ളൊരു മരണം അല്ലെങ്കിൽ ആത്മാവിൻ്റെ മരണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ആത്മാ ദുർബലമാകുക, ആത്മാ തൻ്റെ ശക്തികളും ഗുണങ്ങളും എല്ലാം നഷ്ടപ്പെടുത്തുക, നിരാശയും ഡിപ്രഷനും ഒക്കെ വരാം. ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് തന്നെ പറയുമ്പോൾ മൂല്യങ്ങളിൽ നിന്നുള്ള ഈ മാറ്റം യഥാർത്ഥത്തിൽ ഏകദേശം മൃതപ്രായം തന്നെയാണ്. ആ അവസ്ഥയിൽ ഗീതയ്ക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കും. മാനവകുലത്തിന് അങ്ങനത്തെ ഒരു അധപതിച്ച അവസ്ഥയിൽ നിന്ന് ഉയരാൻ, ഓരോ വ്യക്തിക്കും നിരാശയിൽ നിന്ന് വീണ്ടും പ്രതീക്ഷയിലേക്ക് വരാനായിട്ട് ശ്രീമദ് ഭഗവത്ഗീത നമ്മളെ സഹായിക്കാൻ സാധിക്കും. ശരി, ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഗീത തന്നെ ആരംഭിക്കുന്നത് അർജുനൻ്റെ ഒരു ആശയക്കുഴപ്പത്തിൽ നിന്നാണ്. ലോകത്തിൽ 2 തരം രീതികൾ കാണുന്നു. ഒന്നൊരു ഭാഗത്ത് നിഷ്ക്രിയത്വം ഉണ്ട്, വേറൊരു ഭാഗത്ത് ക്രിയകൾ, കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും
അത് എന്തുദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്, എവിടേക്കാണ് എന്നെ എത്തിക്കുന്നതെന്ന് അറിയാതെ ഉള്ള ഒരു ഭയങ്കരമായ മത്സരവും കാണപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ലോകത്ത് നിലനിൽക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഗീത ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ മനസ്സിന് അശാന്തി വരുമ്പോൾ മനുഷ്യൻ എടുക്കുന്ന തീരുമാനം ഒന്നുകിൽ നിഷ്ക്രിയത്വം, ഒന്നും ചെയ്യണ്ട, ഒതുങ്ങിക്കൂടാ, വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് തൃപ്തിയാകാം. മനുഷ്യൻ്റെ മനസ്സിന് വളരെയധികം ക്രിയേറ്റിവിറ്റി ഉണ്ട്. ആ സർവ്വതോന്മുഖമായിട്ടുള്ള വികാസത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്തെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് ഒതുങ്ങിക്കൂടാ, അല്ലെങ്കിൽ എന്തൊക്കെയോ കിട്ടണം, എവിടെയൊക്കെ എത്തണം എന്ന് പറഞ്ഞിട്ട് നെട്ടോട്ട് ഓടുകയാണ്. പക്ഷേ ആ റൈറ്റ് മെത്തേഡിലാണ് ഓടുന്നത് എന്നറിയില്ല. ചില ആൾക്കാരൊക്കെ ഉണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നു, ഒരുപാട് പാടുപെടുന്നുണ്ട്, അവസാനം 25 ലക്ഷം രൂപ കടം, 10 ലക്ഷം രൂപ കടം എന്നൊക്കെ ആയിട്ട്. പലപ്പോഴും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളുടെ നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കാം ചെയ്യുന്നതെങ്കിലും, സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കാം ചെയ്യുന്നതെങ്കിലും, ആത്യന്തികമായി നോക്കുമ്പോൾ ജീവിതത്തിലൊന്നും ഇല്ലാത്തൊരവസ്ഥ, ഇതിനെ മരണം എന്ന് വേണമെങ്കിൽ പറയാമെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന തരം ഒരു ജീവിതം എനിക്ക് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ നിരാശയും അതിൻ്റെ പ്രശ്നങ്ങളും അതും ഒരു തരം ഒരു മരണം തന്നെയാണല്ലേ. പൂർണ്ണമായ ഒരു ജീവിതം അവിടെ ഉണ്ടാവുന്നില്ല. അതെ അതെ. ചില ആൾക്കാരോട് നമ്മൾ ചോദിച്ചാൽ, ചിലപ്പോൾ ചെറുപ്പക്കാരായിരിക്കാം, എങ്ങനെയുണ്ട് സുഖമാണെന്നൊക്കെ ചോദിച്ചാൽ എന്തോ പോണു, എന്തോ നടക്കുന്നു എന്നൊക്കെയാണ് പറയാറ്. ടേപ്പ് റെക്കോർഡിൽ ആ സെല്ല് വീക്കാകുമ്പോൾ അത് ഇഴഞ്ഞഴിഞ്ഞ് പാട്ട് പാടുന്നത് പോലെ ഒരു പ്രതീക്ഷ, ഒരു ഉത്സാഹ, ഉന്മേഷം, ഉണർവ് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന ആ സമീപനം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജീവിതത്തിന് ചില ചിട്ടകളുണ്ട്, നിയമങ്ങൾ എന്ന് പറയും. എന്ത് വേണം, എന്ത് വേണ്ട. നമ്മളൊരു മെഷീൻ വാങ്ങിയാൽ പോലും, ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയാൽ പോലും ഡൂസ് ആൻഡ് ഡോണ്ട് ഡൂസ് ഉണ്ട്. അതനുസരിച്ച് നമ്മൾ അതനുസരിച്ച് നമ്മൾ ഉപയോഗിച്ചാലേ അതിന് ദീർഘകാലം സേവനം തരാൻ സാധിക്കുള്ളൂ. അതേപോലെ ജീവിതത്തിനും ചില ഡൂസ് ആൻഡ് ഡോണ്ട് ഡൂസ് ഉണ്ട്. എന്ത് വേണോ അത് തീർച്ചയായിട്ടും ചെയ്യണം, എന്താണ് അരുതാത്തത് അത് നമ്മൾ തീർച്ചയായിട്ടും ഇല്ലാണ്ടാക്കണം. എന്നാലേ ജീവിതത്തിൽ നമുക്കൊരു സംതൃപ്തി കിട്ടുള്ളൂ. ഒരു 10, 60, 80 വയസ്സ് വരെ ജീവിച്ചതിന് ശേഷം ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പം ഞാൻ എന്ത് ചെയ്തു, എന്തോ ഭൂമിക്ക് ഭാരമായിട്ട് കുറേ കാലം ജീവിച്ചു, എന്തോ പോണു, എവിടെയോ എങ്ങനെയൊക്കെ എവിടെ വരെ എത്തി എന്നൊരു തോന്നലാണ്. നമ്മൾ ആൾക്കാരോട് ചോദിക്കുമ്പോൾ തന്നെ കൂടുതൽ ഇങ്ങനെയുള്ള റെസ്പോൺസസ് ആണ് കിട്ടുന്നത്. അതെ, ഇതല്ലേ ജീവിതം, ധന്യമേ ജീവിതം, എൻ്റെ ജീവിതം സഫലമായി അർത്ഥവത്തായി എന്ന് അഭിമാനിക്കത്തക്ക ഒരു ജീവിതം നയിക്കാൻ ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഗീത ഈ ഒരു വ്യക്തമായിട്ട് എന്ത് ചെയ്യണം എന്ന് നമുക്ക് ഒരു നിർദ്ദേശം, ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യാൻ പാടില്ലാത്തത്, അങ്ങനെ ഒരു നിർദ്ദേശം കൂടി നമ്മുടെ മുമ്പിൽ ഗീത വയ്ക്കുന്നു. അതെ, മറ്റ് മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ നോക്കുമ്പം ദേവന്മാരുടെ കാര്യം, ത്രിമൂർത്തികളുടെ കാര്യം, അല്ലെങ്കിൽ അവരുടെ കാര്യം, ഇവരുടെ കാര്യം. ശ്രീമദ് ഭഗവത്ഗീത ഞാൻ എന്ത് ചെയ്യണം എന്ന മാർഗനിർദ്ദേശം നമുക്ക് നൽകുന്നു. ഈ ഒരു വ്യക്തമായ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ട്. കഥകളെക്കാളും കൂടുതൽ ഗീതയിൽ യഥാർത്ഥത്തിൽ കഥകളെ ഇല്ല എന്ന് പറയാനല്ലേ. ഗീത കഥകളെ പുറത്തു കൊണ്ടുവരാനോ അല്ലെങ്കിൽ കഥകൾ പറയാനോ ഉള്ള ഒരു സന്ദർഭമായിട്ട് ഒരിക്കലും ഉപയോഗിച്ച് കാണാറില്ല. വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയാണ് തരുന്നത്. സിസ്റ്റർ, നമ്മൾ നേരത്തെ മരണത്തിനെ കുറിച്ച് പറഞ്ഞു. ഉത്സാഹമില്ലാതെയുള്ള ജീവിതം, മൂല്യങ്ങളില്ലാതെയുള്ള ജീവിതം, ഇതിനെ നമുക്ക് മരണമായിട്ട് കണക്കാക്കാം. അപ്പോൾ ആ മരണത്തിൽ നിന്ന് അനുവാചകനെ രക്ഷിക്കുക, ഇതും ഗീതയുടെ വലിയൊരു ഉദ്ദേശമാണ് എന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ വലിയൊരു സംശയം, ഗീത ശാസ്ത്രം ഒരുപാട് കാലമായിട്ട് നമ്മുടെ ഭൂമിയിൽ നിലനിൽക്കുന്നു, എത്രയോ പേർ പഠിച്ചു വരുന്നു. എന്തുകൊണ്ട് ഗീതയുടെ തന്നെ ലക്ഷ്യമായിട്ട് പറയുന്ന ധർമ്മ സ്ഥാപന, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ധർമ്മസ്ഥാപന, ഞാൻ ധർമ്മം സ്ഥാപിക്കാനാണ് വരുന്നതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ടെങ്കിലും നോക്കുമ്പോൾ ധർമ്മസ്ഥാപനം നടന്ന് കാണുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസം വരുന്നത്? ഇത് ഗീതയെ സമീപിക്കുന്ന ആർക്കും തോന്നാവുന്ന ഒരു ചോദ്യമാണ്. ശ്രീ ഭഗവാനുവാച എന്ന വാക്ക് ശ്രീമദ് ഭഗവത്ഗീതയിൽ മാത്രമേ ഉള്ളൂ. ഈശ്വരൻ നേരിട്ട് പറഞ്ഞത്, ഫസ്റ്റ് പേഴ്സണിൽ സംസാരിച്ചത്. ബാക്കി ഏത് ഗ്രന്ഥത്തിലും ഋഷികളുടെ വാചായിരിക്കാം, വ്യാസോ വാച, വാൽമീകി വാച എന്നൊക്കെ ആയിരിക്കാം. ശ്രീമദ് ഭഗവത്ഗീതയുടെ വിശേഷമാണ് ശ്രീ ഭഗവാനുവാച. എന്നുവെച്ചാൽ ഞാൻ എന്ന് പറഞ്ഞ ഈശ്വരൻ സ്വയം അഭിസംബോധന ചെയ്യുന്നുണ്ട് ഗീതയിൽ. അതുകൊണ്ട് ശ്രീമദ് എന്ന വിശേഷണവും ഗീതയ്ക്ക് മാത്രമേ ഉള്ളൂ. വേറെ ഏത് ഗ്രന്ഥത്തിനും ശ്രീമദ് എന്ന് പറയാറില്ല. ശ്രീമദ് രാമായണം, ശ്രീമദ് മഹാഭാരതം എന്നൊന്നും പറയാറില്ല.
അപ്പോൾ ഇത്ര വിശേഷമായിട്ടുള്ളൊരു ഗീതയ്ക്ക് തീർച്ചയായിട്ടും മാനവകുലത്തിന് സമഗ്രമായിട്ടുള്ളൊരു സംഭാവന നൽകാൻ കഴിയും. ആധ്യാത്മികം ഒരിക്കലും ബുദ്ധി സാമർഥ്യം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. തപശക്തിയിൽ കൂടെ മാത്രമേ ആധ്യാത്മികത മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഗീത അല്ലെങ്കിലും തന്നെ യോഗശാസ്ത്രമാണ്. ഓരോ അധ്യായവും അർജുന വിഷാദ യോഗം, സാഖ്യയോഗം, യോഗം എന്നുള്ള പേരിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ചോറ് വേകണമെങ്കിൽ വെറും വെള്ളം മാത്രം പോരാ, തീയും കൂടെ വേണം. ജ്ഞാനമാകുന്ന വെള്ളവും ഈശ്വര സ്മൃതിയാകുന്ന അഗ്നിയും രണ്ടും ഉണ്ടെങ്കിലേ ഉദ്ദേശിച്ച ഫലം കിട്ടുള്ളൂ. നമുക്കെല്ലാവർക്കും തെറ്റെന്താ ശരിയെന്താന്നൊക്കെ അറിയാം. കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. അതുകൊണ്ട് അവർ നുണ പറയണത്. കള്ളനും അറിയാം കക്കുന്നത് തെറ്റാന്ന്. അതുകൊണ്ടാണ് കള്ളൻ പകൽ കക്കാത്ത രാത്രി കക്കുന്നത്. നമുക്കും ആഗ്രഹമുണ്ട് ഇന്നത് സമയത്ത് മിണ്ടാൻ പാടില്ല, ഇന്നത് പറയാൻ പാടില്ല. പക്ഷെ ആ സമയം വരുമ്പം അറിയാതെ നമ്മൾ പൊട്ടിത്തെറിച്ചു എന്ന് വരും. ഇന്ന് രാവിലെ എഴുന്നേറ്റ് രാത്രി ആകുമ്പോഴേക്കും ഇന്ന ജോലിയൊക്കെ ചെയ്ത് തീർക്കണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. രാത്രി ഉറങ്ങുന്നുമ്പായിട്ട് ഡയറി എഴുതുന്ന സ്വഭാവമുള്ളവർ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പ്ലാൻ വേറെ, പ്രാക്ടിക്കൽ വേറെ. നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പകുതി പോലും പലപ്പോഴും ചെയ്ത് തീർക്കാൻ പറ്റാറില്ല. അതിനൊക്കെ കാരണം എന്താണ്? വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും വേണ്ടതിൽ പരം അറിവുണ്ട്. ഇതൊക്കെ നോവൽ പോലെ വായിച്ച് മാറ്റിവെക്കാനുള്ളതല്ല, പ്രാവർത്തികമാക്കാനുള്ള ഗ്രന്ഥമാണെന്നറിയാം. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധയോടെ തൊട്ട് തൊഴുതിട്ട് അത് എടുക്കാറ്, ശ്രദ്ധയോടെ വായിക്കാറ്, തൊട്ട് തൊഴുത് അത് എടുത്ത് വെക്കാറ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരാത്തതെന്ന് വെച്ചാൽ അവിടെയാണ് സംശയം. കാരണം ഇതെല്ലാം ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ ഭക്തിയോടുകൂടി സമീപിക്കുന്നുണ്ട്, അതിന് വലിയ മൂല്യം കൊടുക്കുന്നുണ്ട്. പുസ്തകത്തിനെ തൊട്ട് തലയിൽ സാധാരണ പുസ്തകങ്ങൾ പോലും തൊട്ട് തലയിൽ വയ്ക്കുന്ന ഒരു സ്വഭാവം, ഒരു സംസ്കാരം തന്നെ ഭാരതീയർക്ക് ഉണ്ട്. പക്ഷെ എന്നിട്ടും ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒന്നും ഒരു ഫലം കണ്ടുവരുന്നില്ല. ജ്ഞാനം ആർജിക്കുന്നതിനോടൊപ്പം യോഗവും കൂടെ വേണം, മെഡിറ്റേഷനും കൂടെ വേണം. അപ്പോഴേ നമുക്ക് കാണാപ്പുറങ്ങൾ കാണാൻ സാധിക്കുള്ളൂ. സയൻറ്റിസ്റ്റ് തന്നെ നോക്കി ഒരു വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ആ വിഷയത്തിൽ തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കി എപ്പോഴാണ് ഞാൻ ഇരുന്നത്, എന്താ കൊടുത്തത്, വിശപ്പ്, ദാഹം, ഭാര്യ, മക്കൾ എല്ലാം മറന്ന് കുറച്ച് നേരം അവരുടെ മനസ്സിനെ ആ ഒരൊറ്റ വിഷയത്തിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ രഹസ്യങ്ങളൊക്കെ പിടികിട്ടുന്നത്. അതേപോലെ ആധ്യാത്മികതയുടെ കണ്ണുകൊണ്ട് കാണുന്ന സാധന സയൻസ്, അതിനെക്കുറിച്ചുള്ള റിസർച്ചാണ്. ഇത് കാണാൻ പറ്റാത്തതിനെക്കുറിച്ച് അറിയണമെങ്കിൽ കുറച്ച് സമയം നമുക്ക് ഏകാഗ്രതയോടെ ഈശ്വരനെ ധ്യാനിക്കണം. അപ്പോഴേ ആ രഹസ്യങ്ങൾ മനസ്സിലാവുള്ളൂ, അപ്പോഴേ നമ്മുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ. ഇന്ന് നമ്മൾ ഗീത എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടികൾ പോലും ഗീത വായിക്കാറുണ്ട്, നന്നായിട്ട് ചൊല്ലാറുണ്ട്, കാണാപ്പടം പഠിച്ചിട്ട് പറയാറുണ്ട്. വെറും പാരായണം മാത്രം മതി എന്നാണ് നമ്മുടെ വിചാരം. ശരിയാണ്. ഈ സ്കൂളുകളിൽ പോലും ഗീത ചൊല്ലൽ എന്നുള്ളതിലേക്ക് അത് ചുരുങ്ങിയിരിക്കുന്നു തോന്നുന്നു. ഇതിൻ്റെ അർത്ഥം പോലും ഈ ചൊല്ലി സമ്മാനം വാങ്ങുന്ന കുട്ടികൾക്ക് പലപ്പോഴും അറിയുന്നില്ല. അതെ, അതുകൊണ്ട് പാരായണത്തോടൊപ്പം തന്നെ പ്രായോഗികമാക്കാനായിട്ട് മെഡിറ്റേഷൻ കൂടി അഭ്യസിക്കേണ്ടത് അത്യാവശ്യമാണ്. സിസ്റ്റർ, അപ്പോൾ ഈ പ്രാവർത്തികമാക്കുക, ഗീതയിൽ നിന്ന് എന്ത് പഠിച്ചു, നിത്യജീവിതത്തിൽ അതിനെ പക്ഷേ എങ്ങനെ അത് പ്രായോഗികമാക്കും? കാരണം എനിക്ക് തോന്നുന്നു ഈ ഭാഷ തന്നെ അതിന് വലിയൊരു തടസ്സമായിട്ട്. ഇപ്പോൾ സാധാരണ ജീവിതത്തിൽ നിത്യജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഗീത എന്ന് പറയുമ്പോഴും നിത്യജീവിതത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഒരാൾക്ക് ഗീതയുടെ ഒരു പ്രയോജനം ലഭിക്കാതെ പോകുന്നു. എന്നാൽ വ്യാഖ്യാനങ്ങൾക്ക് യാതൊരു കുറവുമില്ല. എത്രയോ വ്യാഖ്യാനങ്ങളും എത്രയോ പ്രഭാഷണങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ഒരു ഭാഷയുടെ തടസ്സം ആണോ അതിന് ഇത്രയും വലിയ ഒരു തടസ്സമായത്? അതോ മറ്റ് കാര്യങ്ങളുണ്ടോ? വേറെ കാര്യങ്ങളുണ്ട്. ഭാഷയും മുഖ്യം തന്നെയാണ്. അവർക്ക് അറിയാവുന്ന സംസാര ഭാഷയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഇടയ്ക്ക് നമ്മുടെ സ്വന്തം ഭാഷയിൽ കിട്ടാൻ തുടങ്ങി. തൊട്ട് മുമ്പത്തെ ഒരു കാലം വരയ്ക്കും ഗീത സംസ്കൃതത്തിൽ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. ഇപ്പോൾ പുസ്തകങ്ങളും പേപ്പറും ഒക്കെ അച്ചടിയൊക്കെ വന്നതിന് ശേഷം ഇന്ന് ജനകീയമായിട്ടുണ്ട്. എങ്കിലും ആ സംസ്കൃതത്തിലുള്ള ദുർഗ്രാഹ്യം ആയിരിക്കാം ഗീത എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. ഗീതയിൽ ഇപ്പോൾ പറഞ്ഞു യോഗം ആണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. യോഗം എന്നുള്ള വാക്ക് തന്നെ പല അർത്ഥങ്ങൾ കൽപ്പിച്ച ഒന്നാണ്. നമുക്ക് വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, ഇപ്പോൾ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ അതിനെ പ്രയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ യോഗം എന്നുള്ളതിൻ്റെ നിർവചനം നമ്മളെങ്ങനെ കൊടുക്കും? യോഗി എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാരുടെ മനസ്സിൽ രണ്ട് ചിത്രം തെളിഞ്ഞു വരാറ്. ഒന്നുകിൽ ഏതെങ്കിലുമൊക്കെ ആസനങ്ങളിരിക്കുന്ന ഒരു വ്യക്തി, ഒരു ചെറുപ്പക്കാരൻ, പ്രാണായാമോ അങ്ങനെ അതൊക്കെ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇത് യോഗത്തിൻ്റെ ഒരു ഭാഗമാണ്. യോഗ ആസന എന്നാണ് പറയുക. അത് മാത്രമല്ല യോഗം, അഷ്ടാംഗ യോഗം എന്ന് പറയും. യോഗത്തിന് വേറെയും പല തലങ്ങളുണ്ട്. അതിലൊരു ഭാഗമാണ് ആസനം. യോഗി ജീവിതം എന്നാണ് പറയുക.
യോഗം അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ ചെയ്യാനുള്ള സംഭവമല്ല, ജീവിതമാണ്. 2 മണിക്കൂർ, 1 മണിക്കൂർ ആസനത്തിലിരിക്കുകയാണ്, അപ്പം യോഗിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെന്താ, വിയോഗിയാണ്, ഭോഗിയാണ്. ഉണ്ണുക, ഉറങ്ങുക, നടക്കുക, ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യണമല്ലോ. അതുകൊണ്ട് വെറും ആസനം മാത്രമല്ല യോഗം. ആസനം മനസ്സിനെ ഏകാഗ്രമാക്കാനായിട്ട് സഹായിക്കും, അത് മാത്രമല്ല. ഇനി അടുത്തത് യോഗി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന വേറൊരു ചിത്രം, കാഷായ വസ്ത്രം, രുദ്രാക്ഷമാല, ചന്ദനക്കുറി, ഭസ്മക്കുറി ഒക്കെ ധരിച്ചിട്ടുള്ള, ശിരോമുണ്ടനം ചെയ്ത് അല്ലെങ്കിൽ ജടാവൽക്കരണം ധരിച്ചിട്ടുള്ള ഒരു സന്യാസിയുടെ രൂപം. ഇതെല്ലാം ഉണ്ടെങ്കിലും സ്വഭാവം ചീത്തയാണെങ്കിൽ സ്ത്രീലും പറയും, അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ കഴിക്കും, മദ്യപിക്കും, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെന്താ പറയുക, അയാൾ കപട സന്യാസിയാണ്, കപട യോഗിയ എന്ന് പറയും. അതുകൊണ്ട് വെറും വേഷം കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് യോഗിയാകാൻ പറ്റില്ല. പതഞ്ജലി മഹർഷി പറയുന്നത് ചിത്തവൃത്തി നിരോധം യോഗം എന്നാണ്. യോഗം എന്ന് വെച്ചാൽ ചിത്തത്തിൽ നിന്ന് മാത്രമല്ല, ചിത്തം വെച്ചാൽ നമ്മുടെ മനസ്സ് മാത്രമല്ല, വൃത്തി, സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പോലും നിരോധിക്കപ്പെടേണ്ടവയെ നിരോധിച്ചു കൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ് യോഗം. എന്തൊക്കെയാണോ ജീവിതത്തിൽ പാടില്ലാത്തത്, ദേഷ്യം, അസൂയ, കപടത, വക്രത, പരദൂഷണം, പരിഹാസം തുടങ്ങിയവ ഇല്ലാത്ത ശുദ്ധമായിട്ടുള്ള ധർമ്മത്തിലും നീതിയിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് യോഗം എന്നാണ് പറയുന്നത്. നിരോധിക്കേണ്ടതിനെയാണ് മാറ്റേണ്ടത് അല്ലേ? സാധാരണ ചിത്തവൃത്തി നിരോധം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ മനസ്സിനെ ഒരു ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക്, ശൂന്യതയിലേക്ക് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെയാണ് ഒരു സാധാരണ അനുവാചകന് ഗീതയിൽ നിന്ന് മാറിപ്പോവാനോ അല്ലെങ്കിൽ യോഗശാസ്ത്രത്തിൽ നിന്ന് മാറിപ്പോവാനും തോന്നുന്നത് മനസ്സിനെ ശൂന്യതയിലേക്ക് കൊണ്ട്. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞപ്പോൾ അത് വേണ്ടാത്തതിനെ കളയുക, വേണ്ടതിനെ നിലനിർത്തുക. നമ്മളൊരു കാറ് വാങ്ങിയത് ഷെഡിലിടാനല്ലല്ലോ. ഷെഡിൽ കാർ എപ്പോഴും സേഫാണ്, അതിന് റോഡിൽ പോയാലേ ആപത്തുള്ളൂ. പക്ഷെ അതിനല്ലല്ലോ വാങ്ങിയത്. അതേപോലെ മനസ്സിൻ്റെ സ്വഭാവമാണ്, സ്വാഭാവികമായിട്ടുള്ള സ്വഭാവമാണ് ചിന്തിക്കുക. മനസ്സ് ചിന്തിച്ചോട്ടെ, തെറ്റൊന്നുമില്ല, റൈറ്റായിട്ടുള്ള ചിന്തിക്കണമെന്നേ ഉള്ളൂ. അവാച്യമായിട്ടുള്ള ശക്തികളുടെ ഖനിയാണ് മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത്. അത്രത്തോളം ശക്തി നമ്മുടെ മനസ്സിനുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. തെറ്റായിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ നേർ വിപരീതമായിട്ട് നഷ്ടം ഉണ്ടാവും, അത് തടഞ്ഞാൽ മതി. അതാണ് യോഗ. കാരണം അത് തന്നെ ഇപ്പോൾ എത്രയോ പേര് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ധ്യാനം പഠിക്കാൻ ശ്രമിക്കുന്നവർ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേര്, കണക്കുകൾ അനുസരിച്ച് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ പേര് 21-ാം നൂറ്റാണ്ടിൽ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ആണെന്ന് പറയുന്നു. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ യോഗം. പക്ഷേ കുറച്ച് കാലത്തെ അഭ്യാസത്തിന് ശേഷം കൂടുതൽ പേരും അത് നിർത്തിയിട്ട് പോകുന്നതാണ് കാണുന്നത്. ഈ ക്വിറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ അതിന് ശരിയായ രീതിയിൽ സമീപിക്കാൻ അത് മനസ്സിലാകാത്തത് കൊണ്ടാണ്. എന്താണ് യോഗം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ മോശമായതിനെ എങ്ങനെ നമ്മൾ കളയും, അതോ നല്ലതിനെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയാണോ വേണ്ടത്? ഏത് രീതിയിലാണ് ഒരു ആരംഭിക്കേണ്ടത്, എങ്ങനെയാണ്? ഓരോ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ എല്ലാ നന്മകളുണ്ട്, ഇല്ലാത്ത ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. തമസോമ ജ്യോതിർഗമയ എന്നാണ് പറയാറ്. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് താനേ ഇല്ലാണ്ടാകും. അതുകൊണ്ട് ഇരുട്ടിനെ പുറത്താക്കാനായിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ആ നന്മകളെ മനസ്സ വാച കർമ്മണ ഉപയോഗിക്കുമ്പം അത് വർദ്ധിക്കും. ഭൗതികമായിട്ടുള്ളത് ഉപയോഗിച്ചാൽ കുറയും, ആധ്യാത്മികമായിട്ടുള്ളത് ഉപയോഗിച്ചാൽ വർദ്ധിക്കും. പല വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, കൊടുക്കും തോറും ഏറിയിടും. അതേപോലെ സ്നേഹം കൊടുക്കും തോറും സ്നേഹം വർദ്ധിക്കും. മറ്റുള്ളവർക്ക് ശാന്തിയും സന്തോഷവും ലഭിക്കത്തക്ക രീതിയിൽ നമ്മൾ ഇടപെടുമ്പം നമ്മുടെ ഉള്ളിൽ ശാന്തിയും സന്തോഷവും വർദ്ധിക്കും. അങ്ങനെ ഇതിനെ വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ വേണ്ടാത്തത് ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട, നന്മകളെ അഭ്യസിച്ചാൽ മതി, താനേ വേണ്ടാത്തതെല്ലാം പൊക്കോളും. അപ്പോൾ ഗീത നമ്മൾ എന്തായാലും ആദ്യത്തെ ചുവട് അത് മനസ്സിലാക്കുക എന്ന് തന്നെയാണ്, അതിനെ വായിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം ഇങ്ങനൊരു ലക്ഷ്യം കൂടി നമ്മൾ വെക്കേണ്ടിയിരിക്കുന്നു. ഗീതയിൽ നമ്മൾ എന്താണ് മനസ്സിൽ കൊണ്ടുവരേണ്ടത്, ഏതിനെയാണ് ഒഴിവാക്കേണ്ടത്? ഈ ലക്ഷ്യത്തോടെ ഗീതയെ സമീപിക്കാത്തത് കൊണ്ടായിരിക്കാം ഈ പറഞ്ഞ പോലെ ധർമ്മത്തിൻ്റെ സ്ഥാപന നടക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അർജുനനും ഗീത കേട്ടു, ധൃതരാഷ്ട്രം ഗീത കേട്ടു. 18 അധ്യായത്തിന് ശേഷം അർജുനൻ പറയുന്നുണ്ട്, നഷ്ടമോഹ സ്മൃതി ലബ്ധ. എനിക്ക് റൈറ്റായിട്ടുള്ള വിചാരങ്ങൾ, റൈറ്റായിട്ടുള്ള ഉപദേശങ്ങൾ ലഭിച്ചു, അതുകൊണ്ട് എൻ്റെ മോഹം നഷ്ടമായി. പക്ഷെ ധൃതരാഷ്ട്ര ഗീത കേട്ടതിന് ശേഷവും അന്ധൻ തന്നെയായിരുന്നു. പുറമേയുള്ള 2 കണ്ണുകൊണ്ട് മാത്രമല്ല, അകക്കണ്ണുകൊണ്ടും അന്ധൻ തന്നെയായിരുന്നു. ഒരു വിശേഷം ഉണ്ടായില്ല ഗീത കേട്ടിട്ട്. അവിടെ നമ്മളും അർജുനനായിട്ട് ഗീത കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും അധ്യയനം ചെയ്യുകയും വേണം, ധൃതരാഷ്ട്രനായിട്ടല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളെ പറ്റിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സമയവും എനർജി വേസ്റ്റായി എന്ന് പറയാം, ഒരു നേട്ടവുമില്ല. അതുകൊണ്ട് അർജുനനാകണം. സിസ്റ്റർ, ഇപ്പോൾ സമീപിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം ഇപ്പോൾ ഗീതയിൽ തന്നെ പറയുന്നു, കോടിയിൽ ചിലർ
വളരെ അപൂർവം ചിലർ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. അതിലും മനസ്സിലാക്കിയവരിലും കുറച്ച് പേര് മാത്രമേ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തൂ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഫിൽട്രേഷൻ നടന്ന് അവസാനം അതൊരു ചെറിയ ഗ്രൂപ്പിലേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ രണ്ട് ഗ്രൂപ്പ്, ഒരു വലിയ ഗ്രൂപ്പും ഒരു ചെറിയ ഗ്രൂപ്പും. ഇപ്പോൾ മഹാഭാരതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണല്ലോ ഗീത കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കൗരവരും പാണ്ഡവരും എന്നുള്ളൊരു വ്യത്യാസം തീർച്ചയായിട്ടും വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ച എനിക്ക് തോന്നുന്നു നമുക്ക് ഗീതയിലേക്ക് കടക്കുന്നതിൻ്റെ മുൻപ് കൗരവരെക്കുറിച്ചും പാണ്ഡവരെക്കുറിച്ചും, ഈ രണ്ട് ആര് ഗീത എങ്ങനെ സമീപിക്കണം, എങ്ങനെയുള്ളവർക്ക് സമീപിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് കൂടി നമുക്കൊരു ചർച്ച ആവശ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വിഭാഗങ്ങൾ എങ്ങനെ ലോകത്ത് ഉണ്ടാവുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരും വേണ്ട എന്ന് പറയുന്ന രണ്ട് വ്യത്യാസം കാണപ്പെടുന്നുണ്ട്. പാണ്ഡവന്മാർ എന്ന് വെച്ചാൽ തന്നെ ദൈവത്തിനോട് പ്രിയ ബുദ്ധിയുള്ളവർ എന്ന് പറയും. കൗരവന്മാർ എന്ന് വെച്ചാൽ വിപരീത ബുദ്ധിയുള്ളവർ എന്നർത്ഥം. ആരാണോ സത്യത്തെയും ധർമ്മത്തെയും നന്മകൾക്കും പ്രാധാന്യം നൽകിയിട്ട് ജീവിതം ജീവിക്കുന്നത് അവരാണ് പാണ്ഡവന്മാർ. വെറും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് എനിക്ക് എന്ത് കിട്ടും, സ്ഥാനം, മാനം, വില, നില, കാശ്, സമ്പത്ത്, സുഖസൗകര്യങ്ങൾ തുടങ്ങിയവർക്ക് പ്രാധാന്യം നൽകുന്നവരുടെ പ്രതീകമാണ് കൗരവന്മാർ. അപ്പോൾ അവരതിൻ്റെ പിറകെ പോകുമ്പോൾ എന്തും ചെയ്ത് എന്തും നേടാം എന്നാണ്. ഇവർക്ക് അങ്ങനെയല്ല. എന്ത് നേടുന്നു എന്നതിനേക്കാൾ ഉപരി എങ്ങനെ നേടുന്നു എന്നതിന് പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് പാണ്ഡവന്മാർ. അപ്പോൾ പാണ്ഡവനായാലേ നമുക്ക് ഗീത ശരിക്കും മനസ്സിലാവുള്ളൂ. കൗരവനാകുമ്പം നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചില സമ്മർദ്ദങ്ങൾ വരുമ്പം മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ട് സുഖഭോഗങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുമ്പം അവിടെ ഗീത പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ധൃതരാഷ്ട്രനായി ഭവിക്കും. സിസ്റ്റർ, എനിക്ക് തോന്നുന്നു നമ്മൾ ഗീതയെ ഇപ്പോൾ പാണ്ഡവനായിട്ട് ഗീതയെ സമീപിക്കണം. മാത്രമല്ല ഗീതയിൽ തന്നെ ഇപ്പോൾ സാധാരണ ഗീതയെ നോക്കുമ്പോൾ ഭക്തി യോഗം, ജ്ഞാനയോഗം, രാജയോഗം, അങ്ങനെ ധാരാളം വാക്കുകൾ ഗീതയിൽ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് എന്ത് അർത്ഥത്തോടു കൂടിയിട്ടാണ് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് പാണ്ഡവനാവുകേണ്ടത്, ഈ ചർച്ച നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ന് സമയക്കുറവുകൊണ്ട് ഇന്നത്തെ ചർച്ച നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയം ഗീതയുടെ ഒരു തുടക്കം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പാകിയതിന്, ഗീതയെക്കുറിച്ചുള്ള ജിജ്ഞാസ വർദ്ധിപ്പിക്കാൻ, ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ഭൂമി ഒരുക്കിയതിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഗീതയുടെ യാത്ര നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഈ യാത്ര തീർച്ചയായും നമ്മെ ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഉൾക്കാഴ്ചകളിലേക്ക് തീർച്ചയായും നമ്മെ നയിക്കും. നമ്മുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആശയങ്ങളെ കേവലം മനസ്സിലാക്കുക എന്നത് മാത്രമല്ല, ജീവിതത്തിലേക്ക് അതിനെ ഇറക്കി കൊണ്ടുവരിക, സുഖത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുക. ഇത് തന്നെയാണ് ഗീതാമൃതത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാം. ഈ യാത്രയിൽ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുക. ഗീതയെക്കുറിച്ച് അല്ലെങ്കിൽ ഗീതാമൃതത്തിൻ്റെ ഈ ചർച്ചയെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലുദിക്കുന്ന ഏത് സംശയങ്ങളും തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം.